പൂവല്ല കേട്ടോ ഇത് വേറെ ചെടിയുടെ പൂവാണ്. നമ്മൾ നോർമലി നാടൻ കാണുന്ന വെറൈറ്റി തന്നെയാണ്, എല്ലാ സ്ഥലത്തും കാണുന്ന നോർമൽ വെറൈറ്റി തന്നെയാണിത്. ഡാലിയയുടെ കിഴങ്ങ് നമ്മൾ എപ്പോഴും മഴയത്ത് നടുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം കയ്യിലുണ്ടെങ്കിൽ ഇപ്പം നട്ടോളുക, കാരണം മഴയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പ്ലാന്റ് ചീത്തയായി പോകും. ഇപ്പം ഇനി ഡാലിയയുടെ കിഴങ്ങ് നടുകയാണെങ്കിൽ 2 ടൈം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, എന്നാലോട്ട് ആ കിഴങ്ങ് നനയുന്നിടം വരെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ചെടിച്ചട്ടിയിൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. മൂലമറ്റമല്ലേ പ്ലേസ് സൂര്യയുടെ, അപ്പോൾ ആ ഒരു അവിടെ അത്യാവശ്യം പ്ലാന്റ് പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പം അടുത്ത ദിവസം നമ്മൾ അതായത് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോരോ സ്റ്റെംസ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു പ്ലാന്റ്സ് ചോദിച്ച് ഒരുപാട് പേര് ഇന്നലെ മുതൽ ലൈവ് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചൈനീസ് ബോൾസംസ് ഒക്കെ കണ്ടുകൊണ്ട് കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് കുറച്ച് കെയർ കൊടുക്കേണ്ട പ്ലാന്റ് ആണ്. ഇപ്പോൾ കൊങ്ങണി പോലെ തന്നെ നമുക്ക് സ്ഥിരം പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയാന്തസും വെക്കാവുന്നതാണ്. ഡയാന്തസിൻ്റെ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഡയാന്തസ് ഒരു കെയറും വേണ്ടാത്ത പ്ലാന്റാണ്. ഇതിന് ചെറിയ ഇതുപോലത്തെ ചെറിയ പീസുകൾ കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടായിക്കോളും കേട്ടോ. ഡയാന്തസിൻ്റെ ആണെങ്കിലും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിക്കോളും. വാട്സപ്പ് നമ്പർ 8289891370. സർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ ഡെയിലി, അതായത് എല്ലാ വീഡിയോസിലും ലൈവിൽ മാത്രമേ നമ്മൾ ഫോൺ നമ്പർ ആഡ് ചെയ്യാത്തുള്ളൂ, അല്ല എല്ലാ വീഡിയോയിലും നമ്മൾ ഫോൺ നമ്പർ ഉൾപ്പെടുത്തിയാണ് കേട്ടോ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഏതെങ്കിലും പ്ലാന്റ്സിനെ പറ്റി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എല്ലാം ക്ലിയർ ചെയ്ത് തരാവേ. എന്തെങ്കിലും പ്ലാന്റ് പിടിച്ച് കിട്ടുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കീടനാശിനിയെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മുടെ ചൈനീസ് ബോൾസത്തിന് ഞാൻ നോർമലി ഫംഗസൈഡ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഫംഗസൈഡ് അപ്ലൈ ചെയ്തിട്ടും പ്ലാന്റ്സ് പോകുന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ല, കീടങ്ങൾ ആക്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് കീടനാശിനി അപ്ലൈ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ കേട്ടോ. വളക്കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും നല്ലൊരു കീടനാശിനി ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി, അവർ തരും കേട്ടോ. ഒത്തിരി കോസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ തരും. ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. അപ്പം നമുക്ക് തിങ്കളാഴ്ച തൊട്ട് കൊറിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വാവ ഇത്രയും നേരം ഇവിടെ വെയിലത്തുണ്ടായിരുന്നു സൂര്യ. ഇപ്പം ആളെ അകത്തോട്ട് കയറ്റി വിട്ടതാണ്. ഇവിടെ ഫുൾ ടൈം ഇത് ക്ലീൻ ചെയ്യുന്നിടത്ത് ഇന്ന് നല്ല പണിയായിരുന്നു. നമ്മളിവിടെ എല്ലാം ഫുൾ കരിയില വീടാണ്, അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കാമായിരുന്നു. ഇപ്പം നമുക്ക് ചെടികൾ അധികം വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് അത് നിങ്ങളെയും കൂടി ചെടികളൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ലൈവിൽ വന്നതാണ്. ഇപ്പോൾ പാമ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാമ്പിൻ്റെ സെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നതാണ്. ഇപ്പൊക്കെ ലൈവിൽ ജോയിൻ ചെയ്തേക്കുന്നവർക്കാണെങ്കിൽ പാമ്പ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. 10 രൂപയ്ക്ക് പാമ്പ് കിട്ടുന്നതായിരിക്കും. നമുക്ക് എന്നും 10 രൂപയ്ക്ക് തന്നെയാണ് പാമ്പ് വരുന്നത്, 10 രൂപയ്ക്ക് കൂടി വരാറില്ല. നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ റേറ്റ് കൂടുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നിയറസ്റ്റ്, അതായത് നെടുങ്കണ്ടം സൈഡിലൊക്കെ ഉള്ളവർ വരുവാണെങ്കിൽ പ്ലാന്റ്സിൽ ഇതിലും റേറ്റ് കുറച്ച് കിട്ടും. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നല്ല റേറ്റ് കുറവിൽ പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇവിടുന്ന് ഒരു ഫുൾ ക്വാണ്ടിറ്റി, ഒരു സൈഡ് ഫുള്ള് നമുക്ക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ജേഡ് വൈൻ ആണെങ്കിലും ഇപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട്. അപ്പം ജേഡ് വൈൻ്റെ ഒക്കെ ആണെങ്കിലും വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചൈനീസ് ബോൾസത്തിനെ പറ്റി, ഡയാന്തസ്, കൊങ്ങിണി, ഡാലിയ ഈ വക പ്ലാന്റ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇതുപോലെ പിന്നെ നമുക്ക് ഹൈഡ്രാഞ്ചിയ, ഇത് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. അപ്പോൾ ഇത് പ്രോണിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുളച്ച് വന്നതേ ഉള്ളൂ. ബ്ലൂ ഹൈഡ്രാഞ്ചിയയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. 50 രൂപയാണ് കേട്ടോ നമ്മുടെ ബ്ലൂ ഹൈഡ്രാഞ്ചിയയുടെ പ്ലാന്റ്സിന് വരുന്നത്. മെലസ്റ്റോമാസ് ഓൾസോ അവൈലബിൾ ആണ്. ഈ ഒരു കളറിലെ മെലസ്റ്റോമയൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. 50 രൂപയ്ക്കൊക്കെ എന്നും ഈ ഒരു മെലസ്റ്റോമ അവൈലബിൾ ആണ് കേട്ടോ. ബ്ലൂവും വൈറ്റും ഒരു നിറച്ച കളർ, 3 കളറ് മെലസ്റ്റോമാസ് ആട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ പർച്ചേസ് ചെയ്യേണ്ടവർക്കും നമ്മുടെ വാട്സപ്പിൽ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ.